Hello guys, welcome back to my channel. I'm Malavika Sridhar. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ക്യാപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഐബ്രോ എങ്ങനെ നമുക്ക് ഭംഗിയിൽ എഴുതാം എന്നുള്ളൊരു വീഡിയോ ആണ്. എന്നോട് കുറേ പേര് ചോദിക്കാനൊരു കാരണം ഉണ്ട്, ഇങ്ങനെ നീ എങ്ങനെ ഐബ്രോ എഴുതണമെന്ന് കുറേ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ മിക്കവർക്കും ഉള്ള ഏറ്റവും വലിയ പ്രശ്നമാണോ ഒന്നില്ലെങ്കിൽ ഐബ്രോ കട്ടി ഉണ്ടാവും, പക്ഷേ അതിനുള്ള നിറയെ ഗ്യാപ്പ് ഉണ്ടാവും. എൻ്റെ അങ്ങനെ കേട്ടോ, അത്യാവശ്യം കട്ടിയുണ്ട്, അതിനനുസരിച്ച് ഗ്യാപ്പും ഉണ്ട്. ചില ആൾക്കാർക്ക് കട്ടി ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ഐബ്രോസും കൂടെ ആയിരിക്കും, നീളം കുറവായിരിക്കും. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത് നല്ല ഭംഗിയിൽ പിരികെ എഴുതുക, അതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല ഭംഗിയിൽ നമുക്ക് പിരികെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഫേസിന് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടാവും കാണാനായിട്ട്. ഇപ്പം ലൈറ്റ് ആയിട്ടുള്ള ഐബ്രോസും ഡാർക്ക് ഐബ്രോസും തമ്മിൽ നല്ല ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഭംഗിയിൽ എഴുതുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ്. അതിൻ്റെ കൂടെ സ്പൂലി വരുന്ന രീതിയിലാട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എനിക്കില്ല, കാരണം എന്നോട് അടുത്തൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ പക്ഷേ കുറച്ചും കൂടെ ലിങ്ക്സ്, നല്ല നല്ല ഐബ്രോസ് കിട്ടുന്ന ലിങ്ക്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നൈക്കയിൽ നിന്നും അതുപോലെ ആമസോണിൽ നിന്നൊക്കെ ഉള്ള ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അധികം സെർച്ച് ചെയ്യാണ്ട് നിങ്ങൾക്ക് അത് മേടിക്കാമല്ലോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐബ്രോസ് എല്ലാം കൂടെ താഴേക്ക് വരും. ഐബ്രോസിനും താഴേക്ക് വാരി ഇത് ഓപ്പൺ ചെയ്തു, താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഐബ്രോ എന്ന് പറയുന്നത്, ഐബ്രോ പെൻസിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ല, ഇതൊരു ബ്രൗൺ പെൻസിലാണ്. എപ്പോഴും ബ്രൗൺ മേടിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ബ്ലാക്ക് ആകുമ്പോഴേക്കും ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീൽ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ബ്രൗൺ ഐബ്രോ പെൻസിലായിരിക്കും നല്ലത്. എന്നിട്ടത് ഷാർപ്പൺ എഡ്ജ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ഔട്ട്ലൈൻ ഞാൻ മേലെ കൊടുത്തു, എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിലുള്ള ഈ സ്പൂണി കൊണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യാൻ നല്ലപോലെ. പിന്നെയും ആ റിപ്പീറ്റ് ചെയ്യുക പ്രോസസ്സ്, നമ്മൾ നല്ലപോലെ വാരി കൊടുക്കുക. ഇനി ഇത് മേലേക്ക് വാരിയിട്ട്, ഐബ്രോസ് ഇതേപോലെ തന്നെ മേലേക്ക് വാരിയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. കണ്ടോ, എൻ്റെ ഇവിടെ കണ്ടോ നല്ല ഫൈനായിട്ടുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഞാൻ ഈ അറ്റത്ത് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് പോലെ താഴെ മാത്രം കൊടുക്കുന്നുള്ളൂ, കാരണം ഈ അറ്റത്ത് നമ്മൾ കുറേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫീൽ തോന്നും. അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടാട്ടോ കൊടുക്കുന്നത്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പൂലി കൊണ്ട് നല്ലോണം വാരും. നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ രണ്ട് ഐബ്രോസ് തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് അത്യാവശ്യം കാണുമ്പോൾ മനസ്സിലാവില്ല ഈ ഐബ്രോ എങ്ങനെയാണ്, അധികം ഡാർക്കണല്ല, നല്ല ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഈ ഐബ്രോ നേരെ തിരിച്ചാണ്, നല്ലപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്, അതേപോലെ നല്ല ഡാർക്കനുമാണ്. ഇനി അടുത്ത ഐബ്രോ ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ട് പിരികം ഞാൻ എഴുതി കഴിഞ്ഞു. എൻ്റെ കുറച്ച് കട്ടിയുള്ള പിരികായത് കൊണ്ടിട്ട്, അതായത് വീതിയുള്ള പിരികായത് കൊണ്ടിട്ട് ഈ സൈഡിലൊന്നും എന്താ അത്ര നല്ല ഗ്യാപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ചൊരു വീതി വരും. നിങ്ങൾക്കത് വേണ്ട, അപ്പം നിങ്ങൾക്ക് വീതി കൂട്ടിയും കുറച്ചും അതേപോലെ തന്നെ നീളം വെച്ചിട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പിരികം ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എൻ്റെതായ ഒരു കൺവീനിയൻറ്റ് രീതിയിലാണ് ഞാൻ എൻ്റെ ഐബ്രോസ് എഴുതിയിട്ടുള്ളത്. എനിക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ടിട്ടാണ് ഒന്നുകൂടെ വീതിയിൽ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ലോണം ഡാർക്കൺ ചെയ്ത് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് കാണുമ്പോൾ ശരിക്കും മനസ്സിലുണ്ടാവും എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പിരിക എങ്ങനെയാണെന്നും അതേപോലെ ഇപ്പോൾ ഉള്ള എൻ്റെ ഐബ്രോസ് എങ്ങനെയാണെന്നും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഞാൻ ജസ്റ്റ് ഐലൈനറും കൂടെ എഴുതിയിട്ടുണ്ട്, പിന്നെ മസ്കാരയും കൂടി ഇട്ടു. എന്തായാലും ഐബ്രോസ് എഴുതിയപ്പോൾ എനിക്ക് അതും കൂടെ ചെയ്യാനൊരു ആഗ്രഹം തോന്നി, അതും കൂടെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.
അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.